ഹായ് ദിസ് ഇസ് DTH. അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായ ചലച്ചിത്രങ്ങളെ വിലയിരുത്താനുള്ള ഒരു വീഡിയോ അല്ല ഇത്. അദ്ദേഹം ഈ ഓഗസ്റ്റ് 3 ഞായറാഴ്ച കേരള ഫിലിം പോളിസി കോൺക്ലേവിൽ നടത്തിയ ചില പരാമർശങ്ങളെക്കുറിച്ചാണ് എൻ്റെ ഈ വീഡിയോ. കോട്ട്: അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ്, അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം വളരെ നല്ലതാണ്. അൺകോട്ട്. ഇന്ന് പറഞ്ഞിട്ടാണ് അടൂർ ഒരു കാര്യം പറയുന്നത്. അതായത് SC/STക്കും വനിതകൾക്കും SC/ST വിഭാഗത്തിൽപ്പെടുന്ന സംവിധായകർക്കും സ്ത്രീ സംവിധായകർക്കും KSFDC, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, അവർ കൊടുക്കുന്ന ഫണ്ടിങ്, അവരുടെ ഡെബ്യൂ ഫിലിംസിന് കൊടുക്കുന്ന ഫണ്ടിങ്ങിനെ കുറിച്ച് പുള്ളി ഒരു പരാമർശം നടത്തി. അത് കഴിഞ്ഞ 2 ദിവസമായിട്ട് വിവാദമായിരിക്കുകയാണ്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞ കോട്ട് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇത് 1.5 കോടി ഫണ്ടിങ് കൊടുക്കുന്ന ഈ ഫിലിം പ്രോജക്ട്സിന് ആ 1.5 കോടി 3 പേർക്കായി വേണമെങ്കിൽ വിധിച്ചു കൊടുക്കാം. അതുമാത്രമല്ല, ഈ 1.5 കോടി ഫണ്ടിങ് കിട്ടുന്ന പ്രോജക്ട്സിൻ്റെ സംവിധായകർ അവർക്ക് ഫിലിമിൻ്റെ എല്ലാ ആസ്പെക്ട്സിനെ കുറിച്ചും 3 മാസമെങ്കിലും ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം എന്നും അദ്ദേഹം ശുപാർശ ചെയ്തു. ഇതിനെ ഒറ്റയ്ക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു സെപ്പറേറ്റ് സംഭവം എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത റെക്കമെൻഡേഷൻസ് ആയിട്ട് തോന്നാം. കാരണം ഈ പറഞ്ഞതിൽ പ്രത്യേകിച്ച് തെറ്റുകൾ കുറ്റങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. 3 മാസം ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കുന്നതിൽ തെറ്റില്ല. ഒരു പക്ഷേ 1.5 കോടി 3 പേർക്കായി വീതിച്ചു കൊടുക്കുന്നതിലും ഒരു പക്ഷേ തെറ്റ് കാണില്ല. പക്ഷേ അദ്ദേഹം അതിന് ശേഷം സ്റ്റേജിൽ പറഞ്ഞ കാര്യങ്ങളും ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം നടത്തിയ പല പ്ലാറ്റ്ഫോംസിൽ നടത്തിയ പരാമർശങ്ങളും ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്തു. അത് നമ്മുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ്. അദ്ദേഹം മാത്രമല്ല, സിനിമയെക്കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. ഇന്ദു ലക്ഷ്മി ഇത് എനിക്ക് KSFDCയുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായി അത് 1.5 കോടി കിട്ടി. അവരുടെ ആദ്യത്തെ പടം നിള എന്ന പടം ഡയറക്റ്റ് ചെയ്ത ആളാണ് ഇന്ദു ലക്ഷ്മി. ഇന്ദു ലക്ഷ്മിയും ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പല മീഡിയ റിപ്പോർട്ട്സിലും പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് KSFDCക്കെതിരെ വന്ന ആരോപണങ്ങളും. ഈ സ്ത്രീ സംവിധായകരിൽ നിന്നും, പ്രത്യേകിച്ച് ഇന്ദു ലക്ഷ്മി, മിനി IG എന്നിവരിൽ നിന്നും KSFDCക്ക് നേരെ വന്ന ആരോപണങ്ങളും ഇതിൻ്റെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ കൂടെ തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. KSFDC അന്നത്തെ ചെയർപേഴ്സണായിരുന്ന, എൻ്റെ ഓർമ്മയിൽ അന്നത്തെ ചെയർപേഴ്സണായിരുന്ന ഷാജിയൻ കരുൺ, ഇപ്പം മരിച്ചുപോയി, പക്ഷേ അന്നത്തെ തലപ്പത്തിൽ ഷാജിയൻ കരുണിനെതിരെയും ഈ സ്ത്രീ സംവിധായകർ, പ്രത്യേകിച്ച് ഇന്ദു ലക്ഷ്മി ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു. ഒരു പക്ഷേ അടൂരിന് ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ ഒപ്പം തന്നെ KSFDCയിൽ നടക്കുന്ന അലജ്ഡ്ലി നടക്കുന്ന അഴിമതിക്കെതിരെയും അല്ലെങ്കിൽ ഒരു ഹരാസ്മെൻറ്റ്സിനെതിരെയും ഇൻസൾട്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾക്കെതിരെയും ഒക്കെ വിരൽ ചൂണ്ടാമായിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല. അദ്ദേഹം ഈ ഫണ്ട്സ് കിട്ടുന്ന ആൾക്കാർക്കെതിരെ അല്ലെങ്കിൽ ആൾക്കാർക്ക് എതിരെ തോന്നിക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങളാണ് വിവാദമായിരിക്കുന്നത്. അദ്ദേഹം ഈ 1.5 കോടി 3 പേർക്ക് വിതരണം ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ 3 മാസം ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണമെന്ന് പറഞ്ഞ ശേഷം നടത്തിയ പരാമർശങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചത്. കാരണം അദ്ദേഹം അതിനോട് കൂടെ പറയുന്നത് നമ്മുടെ മാതാപിതാക്കളും വയസ്സായവരും ഒക്കെ പറയുന്നത് പോലെ, അതായത് ഞാൻ പണ്ട് പഠിച്ചിരുന്നപ്പോൾ ഇങ്ങനെയായിരുന്നു, ഞാൻ പണ്ട് ജോലി ചെയ്തപ്പോൾ ഇങ്ങനെയായിരുന്നു, ഞാൻ പണ്ട് സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ മലകൾ താണ്ടിയും നദികൾ താണ്ടിയും ചെരുപ്പുകളില്ലാതെയൊക്കെയാണ് എന്നൊക്കെ പറയുന്ന നമ്മുടെ റീൽസിൽ കാണാറുള്ള പോലെ അങ്ങനത്തുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയതിനാണെന്ന് മനസ്സിലായില്ല. കാരണം അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ പടങ്ങൾക്ക് 2 കോടിയിൽ കൂടുതൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അത് ഏത് കാലഘട്ടമാണെങ്കിലും 70s-ലെയും 80s-ലെയും കാലഘട്ടമാണെങ്കിൽ
അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ, പുള്ളി 90s പടമെടുത്തിട്ടുണ്ട്, ശരിയാണ്. ഞാൻ പറയുന്നത് പുള്ളി ഉദ്ദേശിക്കുന്നത് ആ ഒരു എക്കോണമി 2025 എക്കോണമിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത് മാത്രമല്ല, സൂപ്പർ താരങ്ങളുടെ പ്രതിഫലമാണ് ഈ 1.5 കോടി ബജറ്റ് എന്നൊക്കെ പറയുന്നു. 1.5 കോടി ബജറ്റിൽ എങ്ങനെയാണ് സൂപ്പർ താരങ്ങളെ വെച്ച് പടമെടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് 1.5 കോടി ഫുൾ ഫിലിമിന്റെ ബജറ്റ് വെച്ച് സൂപ്പർ താരങ്ങൾ പോയിട്ട് ഒരു മെയിൻ സ്ട്രീമിൽ 2-3 നടന്മാരെയോ നടിമാരെയോ കിട്ടിയാൽ തന്നെ ഭാഗ്യം ഈ ഡെബ്യൂട്ടാൻ ഡയറക്ടേഴ്സിന്. കഴിഞ്ഞ വർഷത്തെ IFFK KSFDC ഫണ്ട് ചെയ്ത വനിതാ സംവിധായികയായ ശിവരഞ്ജിനി ഡയറക്റ്റ് ചെയ്ത വിക്ടോറിയ ഞാൻ കണ്ടതാണ്. അത് ആ ഒരു ബജറ്റിൽ അത്രയ്ക്ക് ചെയ്യാൻ പറ്റൂ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ ഒരു ബജറ്റിൽ ഒരു ഫീമെയിൽ ബ്യൂട്ടി പാർലർ, ഒരു വിമൻസ് ബ്യൂട്ടി പാർലർ നടക്കുന്ന ഒരു കഥയാണ് കാണിച്ചിരിക്കുന്നത്. അതൊരു നാടകത്തിൻ്റെ രീതിയിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഡെലിബറേറ്റ്ലി ആണ് തോന്നുന്നു. അപ്പോൾ അത്രയൊക്കെ ചെയ്യാൻ പറ്റൂ, അത്രയൊക്കെ ചെയ്യാൻ പറ്റാനുള്ള സാധ്യതയുള്ളൂ. അത് മാത്രമല്ല, അതൊരു അബവ് ആവറേജ് അല്ലെങ്കിൽ ഒരു ആവറേജ് പടം നിലയിൽ എനിക്ക് സബ്ജക്റ്റീവ്ലി എനിക്ക് വ്യക്തിപരമായി തോന്നിയുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് ബജറ്റിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇപ്പോൾ 1.5 കോടി കിട്ടിയാൽ പോലും എനിക്ക് തോന്നുന്നത് അതൊന്നും ഒരു വലിയ തുകയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ സിനിമയിലെ പിന്നണി പ്രവർത്തകർക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തൂ. അത് മാത്രമല്ല, ഈ വനിതാ സംവിധായകർ ചെയ്ത പടങ്ങൾക്ക് അത് ഇറങ്ങാൻ അല്ലെങ്കിൽ അതൊന്ന് പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്ത് ഇറക്കാൻ കുറെ പാടുപെടുന്നതായി മീഡിയ റിപ്പോർട്ട്സിൽ കാണാം. പ്രത്യേകിച്ച് മിനി ഐജിയുടെ ഡിവോഴ്സിന് എത്രമാത്രം കാലതാമസം വന്നു ഇറങ്ങാൻ. ഇപ്പോഴും ഇറങ്ങിയോ എന്ന് എനിക്കറിയത്തില്ല. മിനി ഐജിയുടെ അവരുടെ ഇന്റർവ്യൂസിൽ അവർ പറയുന്നുണ്ട് അത് ഇറക്കാൻ അവരോട് പാടുപെടുന്നു. 2 വർഷമായിട്ടും അവർ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. 2 വർഷമായിട്ടും അത് ഡിലേ ആയി, അത് ഇറക്കാൻ പറ്റുന്നില്ല. പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ പ്രശ്നങ്ങൾ, ഇന്ദുലക്ഷ്മി ഉൾപ്പെടെ ഉള്ളവർ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ഡബ്ബിംഗ് ആണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിന് ബുദ്ധിമുട്ടുള്ള അനുഭവപ്പെടുന്നതായിട്ടും ഇന്ദുലക്ഷ്മിയൊക്കെ മാധ്യമങ്ങളിലൂടെ നമ്മളെ അറിയിച്ചതാണ് അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ. അടൂർ പറഞ്ഞ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഈ കഷ്ടപ്പാടിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അതായത് ഇനി കൂടുതൽ എന്തു കഷ്ടപ്പാട് ഇപ്പോൾ SC/ST വിഭാഗങ്ങൾ കേരളത്തിൽ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾ കേരളത്തിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് ഇത്രയും കഷ്ടപ്പാടുകൾ പോരെ? ഇനിയും കഷ്ടപ്പാടുകൾ എന്താണ് നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്? എന്താണ് അവരെ കാത്തിരിക്കുന്നത്? അതായത് ഈ കഷ്ടപ്പാടിലൂടെ വേണം സിനിമ എടുക്കാനെന്ന് പറഞ്ഞാൽ ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിച്ചാൽ പോരെ? അത് മാത്രമല്ല, അവർ ഓൾറെഡി ഷോർട്ട് ഫിലിംസിലൂടെയോ അല്ലെങ്കിൽ ഡ്രാമ തിയേറ്ററിലൂടെയോ ഒക്കെ കടന്നു വരുന്നവരാണ്. ഇവരൊന്നും ടോട്ടലി ഇൻഎക്സ്പീരിയൻസ്ഡ് ആൾക്കാരല്ല. മിനി ഐജി ആണെങ്കിലും ഡ്രാമയിലൂടെയൊക്കെ ഒരുപാട് ഡ്രാമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അവതരിപ്പിച്ച ആളാണ്. അല്ലെങ്കിൽ വിക്ടോറിയ സംവിധാനം ചെയ്ത ശിവരഞ്ജിനി ആണെങ്കിൽ IIT ബോംബെയിലെ ഡോക്ടറൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇവരൊന്നും ഒട്ടും ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. അത് മാത്രമല്ല, ഒരുപാട് പ്രോജക്ട്സ് നാരോ ഡൗൺ ചെയ്തിട്ടാണല്ലോ ഇവരൊക്കെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ട്രെയിനിങ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. വേണമെങ്കിൽ ഒരു 3 മാസം ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ആരും അതിൽ കുറ്റപ്പെടാനൊന്നും വഴിയില്ല. അടൂർ സ്റ്റേജിൽ വെച്ച് പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് IFFK നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പണ്ടത്തെ ഒരു IFFK നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സെക്സ് സീൻ കാണാൻ വേണ്ടി ചാലയിലെ തൊഴിലാളികളെല്ലാം കൂടി ഇടിച്ചു കയറി എന്ന് പറഞ്ഞത്, അതും വിവാദമായതാണ്. അതിന് ശേഷം അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഇനിയും IFFKയുടെ ഡെലിഗേറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഡെലിഗേറ്റ് ഫീസ് കൂട്ടണം എന്ന് പറഞ്ഞു. അതായത് അത് വേണ്ടവർ വന്ന് കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞു. അത് വളരെ എലീറ്റിസ്റ്റ് ചിന്താഗതിയാണ്. കാരണം അതായത് പണം കൂട്ടിയാൽ മതി, അപ്പം പണമുള്ളവർ വന്നാൽ മതി എന്ന് പറയുന്നത് അത് എന്ത് ലോജിക്കാണ് എനിക്ക് മനസ്സിലായില്ല. പുള്ളി ക്രൗഡ് കൺട്രോളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് മറ്റ് പല മാർഗങ്ങളുണ്ടല്ലോ. അതിന് പൈസ കൂട്ടുക എന്നുള്ളത് മാത്രമാണോ ഉപായം? അല്ലെങ്കിൽ പൈസ കൂട്ടിയാൽ സിനിമയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാർ മാത്രമായിരിക്കുമോ വരുന്നത്? IFFKയിലാണെങ്കിലും ഏത് ഫിലിം ഫെസ്റ്റിവലാണെങ്കിലും ഏത് ഇവൻ്റ് ആണെങ്കിലും ഏത് സ്പോർട്ടിംഗ് ഇവൻ്റ് ആണെങ്കിലും ഒരു ഫിലിം ഇവൻ്റ് ആണെങ്കിലും ഫിലിമിനെ സ്നേഹിക്കുന്ന, സ്പോർട്സ് സ്നേഹിക്കുന്ന പല തട്ടിലുള്ള ആൾക്കാർ കാണുമല്ലോ. അപ്പോൾ അവർക്കും ഇതിൽ പങ്കെടുക്കണമല്ലോ. ഒന്നാമത്തെ കാര്യം, ഇത് ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പരിപാടിയാണല്ലോ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം IFFK. അപ്പോൾ അതിൽ സാധാരണക്കാർ വരണമെന്നില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. കാരണം പല സ്റ്റുഡൻസിനും ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവത്തില്ല. അദ്ദേഹം തന്നെ പറഞ്ഞ ഫിലിം സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഫിലിമിനെ കുറിച്ച് എഴുതുന്നവർ അല്ലെങ്കിൽ ഫിലിമിനെ കുറിച്ച് പഠിക്കുന്നവർ, അവർക്ക് പോലും പലപ്പോഴും വലിയൊരു ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഫീസ് കൂട്ടിയത് കൊണ്ട് മാത്രം, പൈസയുടെ ആ ഒരു ബാരിയർ കൂട്ടിയത് കൊണ്ട് മാത്രം സിനിമയെ സ്നേഹിക്കുന്നവരെ മാത്രം എങ്ങനെയാണ് അട്രാക്ട് ചെയ്യാൻ കഴിയുക? അതെനിക്ക് മനസ്സിലായില്ല.
അതുപോലെ തന്നെ വേദിയിൽ അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സദസ്സിൽ നിന്ന് പുഷ്പവതി, അതായത് കേരള സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സണായ പുഷ്പവതി എഴുന്നേറ്റ് ഇതിനെതിരെ പ്രതിഷേധിച്ചു. അപ്പോൾ അദ്ദേഹം അടൂർ ആ സമയത്തൊന്നും പറഞ്ഞില്ല. അതിനുശേഷം അവരെനിക്ക് അറിയില്ല, അവരൊരു പ്രസിദ്ധിക്കായിരിക്കും വേണ്ടി, ഫെയിമിന് വേണ്ടി പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ അവരാരാണ് ഇതൊക്കെ ചോദിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രതിഷേധിക്കാൻ, ഇത് ചന്തയല്ല എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. കാരണം പ്രതിഷേധങ്ങളെല്ലാം നടക്കുന്നത് ചന്തയിലാണോ, അല്ലെങ്കിൽ കേരള ഫിലിം പോളിസി കോൺക്ലേവ്, അതായത് നല്ല സിനിമ നല്ല നാളെ എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തുന്ന ഫിലിം പോളിസി കോൺക്ലേവിൽ നമ്മുടെ ഡിസെന്റ് നമുക്ക് അറിയിക്കാൻ പറ്റില്ലേ, നമ്മുടെ പ്രതിഷേധങ്ങൾ നമുക്ക് അറിയിക്കാൻ പറ്റില്ലേ? അതൊരു കോൺഫറൻസ് അല്ലേ, അത് പല തരത്തിലുള്ള അഭിപ്രായങ്ങളുള്ളവരുണ്ടല്ലോ. അവിടെ അഭിപ്രായം പറയേണ്ടതാണ്, അവിടെയാണല്ലോ അഭിപ്രായം പറയേണ്ടത്. അതുകൂടാതെ ഇത് ചന്തയാണോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്കൂൾ ടീച്ചേഴ്സൊക്കെ പണ്ട് പറയുന്ന കണക്ക് മിണ്ടാതിരിയിട്ട് ചന്തയാണോ ചോദിക്കുന്ന കണക്കിലുള്ള ബാലിശമായ കമന്റ്സ് അടൂന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിൽ തന്നെ ചന്തയിലാണോ പ്രതിഷേധങ്ങൾ നടക്കുന്നത്, അതും എനിക്ക് മനസ്സിലായില്ല, ആ ലോജിക്കും എനിക്ക് മനസ്സിലായില്ല. KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വെച്ചിട്ടുള്ള പുള്ളിയുടെ പണ്ടത്തെ പരാമർശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തില്ല, അല്ലെങ്കിൽ അവിടെ സ്റ്റുഡൻസിനെ എനിക്ക് നേരിട്ട് അറിയത്തില്ല. എങ്കിലും മീഡിയ റിപ്പോർട്ട്സ് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് അടൂരിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ പെൺകുട്ടികൾ അവിടെ ജോയിൻ ചെയ്തത് എന്നൊക്കെയാണ് വായിക്കാൻ കഴിഞ്ഞത്. അത് ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ സ്ത്രീ സ്റ്റുഡൻസ് അല്ലെ ഫീമെയിൽ സ്റ്റുഡൻസിന് കയറാൻ ഒരു ബാരിയർ ഉണ്ടായിരുന്നു എന്ന് വേണം അത് കരുതാൻ. അങ്ങനെയാണെങ്കിൽ അടൂർ ഉണ്ടായിരുന്ന സമയത്ത്, അടൂർ ഇല്ലായിരുന്ന സമയം, അടൂരിന് ശേഷമുള്ള സമയത്താണ് കൂടുതൽ ഫീമെയിൽ സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നത് എന്നാണ് ഒരു മീഡിയ റിപ്പോർട്ടിൽ പറയുന്നത്. അത് ശരിയാണെങ്കിൽ, അതായത് അടൂർ ഉണ്ടായിരുന്നപ്പോൾ എല്ലാം സുവർണ്ണ കാലഘട്ടമായിരുന്നു, അതിന് ശേഷം എല്ലാം പോയി എന്നുള്ള ഒരു നറേറ്റീവും എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ താഴെ, ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രശസ്ത മലയാള സംവിധായകൻ VC അഭിലാഷ്, അദ്ദേഹം ഒരു മാധ്യമ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, അതായത് അടൂർ പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റില്ല, സ്റ്റേജിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളിൽ അടൂർ എന്ന വ്യക്തിയെക്കുറിച്ചും അദ്ദേഹം മുമ്പ് നടത്തിയ പരാമർശങ്ങളെക്കുറിച്ചും പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും, അന്ന് എതിർത്ത ഒരാളായിരുന്നെങ്കിലും VC അഭിലാഷ് സ്റ്റേജിൽ നടന്ന ഫിലിം പോളിസി കോൺക്ലേവിൽ സ്റ്റേജിൽ നടന്ന ആ ഒരു സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞതിൽ തെറ്റില്ല എന്ന് VC അഭിലാഷ് ഒരു മാധ്യമ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതായി ഞാൻ കേട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോൺ കോൾ ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനെ കാണാമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതായത് സ്റ്റേജിൽ പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റില്ല, പക്ഷേ അതിന് ശേഷം പറഞ്ഞ കാര്യങ്ങളിലാണ് പ്രശ്നം, അല്ലെങ്കിൽ അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ പ്രശ്നം, അല്ല സ്റ്റേജിൽ അദ്ദേഹം നടത്തിയ റെക്കമെൻഡേഷൻസ്, ശുപാർശകളിൽ തെറ്റില്ല എന്ന് കരുതുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.